നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 17-ാം തീയതി, 1200-ാം ആണ്ട് ധനുമാസം 2-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഉദയനക്ഷത്രം വരുന്നത് തന്നെ പുണർദം നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം അപ്പോൾ പുണർദം എന്ന് പറയുന്നത് ശുഭനക്ഷത്രമാണ്, പക്ഷേ ശുഭദിനമല്ല. ചൊവ്വയെന്ന് പറയുമ്പോൾ ഏറ്റവും നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഒരു പാവഗ്രഹമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ചൊവ്വ നെഗറ്റീവ് എനർജിയുള്ള ഗ്രഹമാണ്, നെഗറ്റീവ് ഫലത്തെ കൊടുക്കുന്ന ഒരു ഗ്രഹവും കൂടിയാണ്. അപ്പോൾ ചൊവ്വയെ നമുക്ക് എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകുന്നു അത്രയും നല്ലതാണ്. പ്രത്യേകിച്ച് ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രതിവിധി. അപ്പോൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ ചില പ്രതിവിധികളായിട്ട് മുന്നോട്ട് പോവേണ്ടതുള്ളൂ. ആകിലും ചൊവ്വാഴ്ച ഇന്ന് ദിവസം നമ്മൾ ശ്രദ്ധിക്കണം. ശത്രു കൂടുതലുള്ള ദിവസമായതുകൊണ്ട് മേലുദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും കീഴുദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ വളരെ ഒരു ലിമിറ്റായിട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മളെ സംസാരം തന്നെ ശത്രുതയ്ക്ക് വഴിതെളിക്കാൻ ഇടവരും, അപ്രീതി ഉണ്ടാക്കും. അതുപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നിടത്തും സൂക്ഷിച്ചായിരിക്കണം. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, പുണർദ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ധനുമാസത്തിലെ പുണർദ നക്ഷത്രം, ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര കണ്ട് സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കത്തില്ല. സാമ്പത്തിക നഷ്ടത്തിന് ഒപ്പം തന്നെ അപകടങ്ങൾ, അതുപോലെ കേസ് വഴക്കുകൾ, ഇതുപോലെ പലതരത്തിലുള്ള ദുരിതങ്ങൾക്കിടവരുന്ന ഒരു വർഷമാണ് എന്നറിയുക. അപ്പോൾ അതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ ചില പ്രതിവിധികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആക്സിഡൻറ്റും കാര്യങ്ങളും ഒക്കെ വരാനിടയുള്ളതുകൊണ്ട് ഇതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടി 2 ദേവതകളെ ആചാര്യന്മാർ നിയോഗിച്ചിട്ടുണ്ട്. ആ 2 ദേവതകൾക്ക് ഇതിൻ്റെ നമ്മൾ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചില രോഗം മാറുന്നത് പോലെ ചില ദേവതകളുടെ പ്രാർത്ഥന, പൂജാതി കർമ്മങ്ങൾ ഈ ഗ്രഹത്തിൻ്റെ നെഗറ്റീവ് എനർജി മാറ്റാൻ സഹായിക്കും. സർവ സൈന്യാധിപനായ സുബ്രഹ്മണ്യസ്വാമി മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോവുകയും അദ്ദേഹത്തിന് ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ ഏതെങ്കിലും നടത്തുക, ദേവിക്ക് കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുക. അതേപോലെ തന്നെ സുബ്രഹ്മണ്യ യന്ത്രം ദുർഗായന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. ഈ അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ ചൊവ്വാഴ്ച ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കുക. വ്രതം എന്ന് പറയുമ്പോൾ ശരിക്ക് ചൊവ്വാഴ്ച മത്സ്യമാംസാദികൾ കഴിക്കാതെ അതുപോലെ ശുദ്ധവൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ നമ്മളെ ദൈവത്തെ അത്രയും പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പ്രപഞ്ചശക്തിയെ ആശ്രയിക്കുന്നത് കൊണ്ട് ആ പ്രപഞ്ചശക്തി കാണുകയാണ്. അവരാണ് നമുക്ക് ഫലത്തെ തരുന്നത്. അപ്പോൾ അതാണ് വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കണം. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും രാവുകാലം നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. 3:12 തൊട്ട് 4:38 വരെയാണ് രാവുകാല സമയം. ശേഷമാണ്. എന്നാലും ഓരോ കാര്യത്തിന് ആ സമയത്ത് വല്ല കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ആ സമയം ഒഴിവാക്കി കളയുക. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ശ്രദ്ധിക്കണം. ഗുളികകാല സമയം 12:21 തൊട്ട് 1:46 വരെയും യമകണ്ഠകാല സമയം 9:29 തൊട്ട് 10:55 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. പ്രകൃതി തന്നെ നെഗറ്റീവായി നിൽക്കുന്ന സമയമാണ്. കാരണം ഇവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അനുകൂലപ്രദമല്ല എങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുള്ളവർ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:57 തൊട്ട് 12:45 വരെയാണ്. ഈ 48 മിനിറ്റ് നേരം നമുക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് വസ്ത്രധാരണം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കണം. റെഡ് കളർ മിക്സ് ആയിട്ടുള്ളതോ റെഡ് കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരും, നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമല്ല എങ്കിൽ പോലും നമ്മളെ പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റാത്തതൊന്നുമില്ല. നമ്മളാൽ എന്തും പരിഹരിക്കപ്പെടാം. അതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഇങ്ങനെ ഓരോ ദോഷ സമയങ്ങളും നല്ലതും നമുക്ക് മുന്നറിയിപ്പ് തന്നെ. ഇപ്പോൾ എല്ലാവർക്കും പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.